ഹായ്. അപ്പോൾ ഇന്ന് ബോധത്തെപ്പറ്റി സംസാരിക്കാം. കോൺഷ്യസ്നസ്. ഒരുപാട് പേര് എന്നോട് സംശയം ചോദിച്ചിട്ടുണ്ട്. എന്താണ് ബോധം? എന്താണ് ഈ കോൺഷ്യസ്നസ്? അല്ലെങ്കിൽ ഈ പ്യുവർ കോൺഷ്യസ്നസ് എന്നൊക്കെ എപ്പോഴും പറയുന്നത് എന്താണെന്നൊക്കെ ചോദിക്കാറുണ്ട്. സോ ഇന്ന് അതിനെപ്പറ്റി സംസാരിക്കാനാണ് ഞാൻ വിചാരിക്കുന്നത്. നോക്കൂ, നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടോ? വീഡിയോ നിങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ചുറ്റുപാട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? നിങ്ങളുടെ ചുറ്റുപാട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഉണ്ട് എന്ന് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ, അതാണ് കോൺഷ്യസ്നസ് എന്ന് പറയുന്നത്. അതായത് ബോധം, നിങ്ങളുണ്ട് എന്നുള്ള ബോധം, അതാണ് കോൺഷ്യസ്നസ്. അത് പലതരത്തിലുണ്ട്. അവയർനെസ്, നമ്മുടെ ചുറ്റുപാടിനെ പറ്റി അറിയുന്ന അവയർനെസ്. സെൽഫ് അവയർനെസ്, നമ്മുടെ ഉള്ളിൽ ഞാനുണ്ട് എന്ന് അറിയുന്ന ഒരെണ്ണം. അതുപോലെ തന്നെ ഇനി നമ്മൾ ഡീപ്പ് സ്ലീപ്പിലായിരിക്കുന്ന സമയത്ത് ഒരു ബേസിക് അവയർനെസ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫീലിങ്ങുകൾ അറിയുന്ന ഒരു അവയർനെസ്. അങ്ങനെ എല്ലാത്തിനെ പറ്റി അറിയാൻ കഴിയുന്ന ഈ അറിവാണ് ശരിക്കും പറഞ്ഞാൽ ബോധം അല്ലെങ്കിൽ കോൺഷ്യസ്നസ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, എന്ത് മനോഹരമാണല്ലേ. ഞാൻ എപ്പോഴും, നമ്മൾ കുഞ്ഞായിരുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് ഈ അവയർനെസ് ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നിങ്ങൾക്ക് 1 വയസ്സിൽ താഴെ പ്രായമായിരുന്ന സമയത്ത് എന്തായിരുന്നു നിങ്ങളുടെ അവസ്ഥയെന്ന്? നിങ്ങൾക്ക് അന്നും തലച്ചോറെല്ലാം ഉണ്ടായിരുന്നു, ഡെവലപ്പ് ആവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അന്നേരം ഉണ്ടായിരുന്നോ? നിങ്ങൾ അമ്മയുടെ വയറ്റിലായിരുന്ന സമയത്ത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും നിങ്ങൾ എന്തായിരുന്നെന്നോ നിങ്ങളുടെ ചുറ്റുപാട് എന്തായിരുന്നെന്നോ നിങ്ങൾക്ക് അറിയില്ല. ഇപ്പോൾ ഓർത്താൽ ചിലപ്പോൾ ഓർമ്മയും കിട്ടില്ല. ചിലർക്ക് വളരെ കുഞ്ഞിലേ കോൺഷ്യസ്നസ് ഡെവലപ്പ് ആവുകയും അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ഉണ്ടാവും. പലപ്പോഴും പല മനുഷ്യർക്കും അത് വളരെ വൈകിയാണ് കിട്ടുന്നത്. എനിക്കൊക്കെ ഞാനൊരു 3 വയസ്സ് 4 വയസ്സിന് മുമ്പ് ഞാൻ എക്സിസ്റ്റ് ചെയ്തതായിട്ട് പോലും എനിക്കറിയില്ല. കാരണം എൻ്റെ കോൺഷ്യസ്നസ് അത്രത്തോളം ലോ ആയിരുന്നു. അല്ലെങ്കിൽ ആ ഒരു അവബോധം, അല്ലെങ്കിൽ ആ ഒരു അറിവ്, അല്ലെങ്കിൽ ആ ഒരു ബോധം എനിക്കില്ലായിരുന്നു. അത് നിങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ അത്രയും ഉയർന്ന ഒരു ബ്രെയിൻ കപ്പാസിറ്റി അല്ലെങ്കിൽ ഒരു ബോധ ലെവൽ ഉണ്ടായിരുന്ന ഒരു മനുഷ്യനാണ് ആ സമയത്തെ. ആ ഒരു ബോധം നമ്മൾ വന്നു കഴിഞ്ഞ് നമ്മുടെ ചുറ്റുപാടുകൾ നമ്മൾ അറിയാൻ തുടങ്ങി. നമുക്ക് ഒരു വയസ്സ് മുതൽ ഒരു 8 വയസ്സ് വരെ കുട്ടികൾക്ക് വളരെ പ്രധാനമാണ്. നമ്മൾ വിചാരിക്കും അവൻ കുഞ്ഞാണ്, അവനൊന്നും അറിയില്ല എന്ന് വിചാരിക്കും. പക്ഷേ കുട്ടികൾ ഏറ്റവും കൂടുതൽ കാര്യം പഠിക്കുന്നത് ആ സമയത്താണ്. നിങ്ങൾ ആ സമയത്ത് ഒരു കുട്ടിയെ എന്ത് പഠിപ്പിക്കുന്നു അതെല്ലാം ആ കുട്ടി ഓർത്തിരിക്കും ജീവിതകാലം മുഴുവനും. പിന്നെ നേരെ ഡിമെൻഷ്യ, അൽഷിമേഴ്സ് ഒക്കെ വന്ന് പോകുമ്പോൾ ചിലപ്പോൾ മറക്കുമായിരിക്കാം. അല്ലാത്തപ്പോഴും നമ്മൾ ഒരു മനുഷ്യൻ്റെ ലൈഫിൽ ഏറ്റവും പ്യുവറായിട്ട് നിൽക്കുന്ന ഒരു സ്റ്റേജാണ് ഈ 1 മുതൽ 8 വയസ്സ് വരെ. ചിലരൊക്കെ അത്രയും പ്രായം വരെ നിൽക്കില്ല. എന്നാലൊരു 1 മുതൽ ഒരു 4 വയസ്സ് വരെ മിക്കവാറും കുട്ടികളൊക്കെ വളരെ പ്യുവറാണ്. കാരണം അവർ ഈ പ്യുവർ കോൺഷ്യസ്നസ് എന്ന് പറയുന്ന ഈ ആത്മീയ തലത്തിൽ പറയുന്ന സിറ്റുവേഷനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. അവരുടെ സെൽഫ് അവയർനെസ് കുറവാണ്. അവരുടെ ഒരു സറൗണ്ടിങ് അവയർനെസ് ആണ് കൂടുതൽ. അവർ ചുറ്റുപാടുകൾ ഇങ്ങനെ കാണുകയാണ്. ചുറ്റുപാടുകളെ ജഡ്ജ് ചെയ്യുകയോ മനസ്സിലാക്കുകയോ അനലൈസ് ചെയ്യുകയോ അല്ല അവർ ചെയ്യുന്നത്. അവരെല്ലാം കണ്ടറിയുകയാണ്, കേട്ടറിയുകയാണ്, മണത്തറിയുകയാണ്, ശ്വസിച്ചറിയുകയാണ്, ടച്ചിലും ഫീലിങ്സിലും കൂടെ അറിയുകയാണ്. അവരതെല്ലാം ഒപ്പിയെടുക്കും. അതെല്ലാം അവരുടെ മനസ്സിൻ്റെ അഗാധമായ തളങ്ങളിൽ ഇങ്ങനെ പോയി പതിയും. അവരത് പഠിച്ചെടുക്കാൻ ശ്രമിച്ചിട്ടല്ല പഠിക്കുന്നത്, ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നതാണ്. ആരോ എന്നോട് ഒരിക്കൽ ചോദിച്ചു, ഞാൻ ഓർക്കുന്നു, പഠിക്കാൻ എന്താണ് ഏറ്റവും എളുപ്പ വഴിയെന്ന്. ഈ ഒരു ആറ്റിറ്റ്യൂഡ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് പഠിക്കാനുള്ള ഏറ്റവും നല്ല വഴി. അവർക്ക് ചുറ്റും കാണുന്ന എന്തിനോടും കൗതുകമാണ്, ക്യൂരിയോസിറ്റിയാണ്, എക്സൈറ്റ്മെൻറ്റാണ്. അവർ ഒരു കാര്യം കാണുമ്പോൾ അല്ലെങ്കിൽ ചെയ്യുമ്പോൾ ഇതങ്ങ് ചെയ്ത് കളയാം, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി പഠിച്ച് കളയാം, ഇത് മനസ്സിലാക്കാം, ഇത് ജീവിതകാലം മുഴുവൻ ഓർത്തിരിക്കാം എന്നുള്ള ചിന്തകളല്ല അവരെ നയിക്കുന്നത്. അവരുടെ ആ ഒരു അവയർനെസ് അവിടെ റിഫ്ലക്റ്റ് ചെയ്യുകയാണ്. അവരുടെ ബോധമാണ് ഇതെല്ലാം ഇങ്ങനെ ഒപ്പിയെടുക്കുന്നത്. ഒരു 5 വയസ്സിന് ഇപ്പുറത്തോട്ട് നമുക്കൊരു, അല്ലെങ്കിൽ ഒരു മിക്കവാറും പേർക്ക് 4 വയസ്സിൽ തന്നെ സംഭവിക്കുമായിരിക്കും, ഒരു സെൽഫ് അവയർനെസ് ഉണ്ടാവും. അതായത് നമ്മുടെ ഉള്ളിലെ ഞാൻ എന്ന് പറയുന്ന ഈഗോ ബലം പിടിച്ചു തുടങ്ങും. അത് നമ്മളെ പേരൻസൊക്കെ നമ്മൾ അതിൽ അടിച്ചേൽപ്പിക്കുന്നതിന് വലിയ കാരണമാണ്. നമ്മുടെ ഈഗോ റൈസ് ചെയ്യുന്നതിന് പലപ്പോഴും കാരണം അതിൻ്റെ തുടക്കം നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മുടെ പേരൻസ് നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന രീതിയിലും അവർ നമ്മുടെ ഉള്ളിലേക്ക് പതിപ്പിച്ച് തരുന്ന ചില കാര്യങ്ങളുമാണ്. അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവരും അങ്ങനെ വളർന്നു, അവർ ആ പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അപ്പോൾ ഒരു ഈഗോ റൈസിങ് ഉണ്ടാകുന്നു. ആദ്യം ഈ ഈഗോ വളരെ ചെറുതായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലെ ഈ ഞാനെന്ന് പറയുന്ന ഈ ഒരു സെൽഫ് അവയർനെസ് വളരെ ചെറുതായിരിക്കും. നമുക്ക് വലിയ ഈഗോ ഒന്നും ഉണ്ടാവില്ല. ചെറിയ ചെറിയ വേദനകളും കാര്യങ്ങളൊക്കെ നമ്മൾ മറക്കും, നമ്മൾ ഓർത്ത് വയ്ക്കില്ല. പക്ഷെ പോകെ പോകെ ഈ ഈഗോ അങ്ങ് റൈസ് ചെയ്യാൻ തുടങ്ങും. നമ്മളിങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് നമ്മൾ പഠിക്കുന്ന, സ്ഥിരമായി ചെയ്യുന്ന പാറ്റേൺസ്, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ ചുറ്റിനും സമൂഹവും നമ്മുടെ വീട്ടുകാരും നമ്മുടെ മതവും ജാതിയും എല്ലാം നമ്മുടെ ഉള്ളിൽ അടിച്ചേൽപ്പിക്കുന്ന കണ്ടീഷനിങ് പോകെ പോകെ നമ്മളെ കൂടുതൽ ഈഗോ ഉള്ള വ്യക്തി, അല്ലെങ്കിൽ ഈ പറഞ്ഞ സെൽഫ് ഐഡൻറ്റിറ്റിയിൽ ഇങ്ങനെ കടിച്ചു കിടക്കാൻ നമ്മളെ പ്രേരിപ്പിക്കും. അതുപോലെ തന്നെ ഈ ഈഗോ റൈസിങ് സംഭവിക്കുന്നതോടൊപ്പം തന്നെ വേറെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചുറ്റുപാടിന് സംഭവിക്കുകയാണ്. അതായത് നമ്മുടെ അവയർനെസ്സിന്, നമ്മുടെ
ഈ ചുറ്റിനുമുള്ള നമ്മുടെ ഒരു ബോധമുണ്ടല്ലോ, ഈ ബോധത്തിൻ്റെ ഒരു റിഡക്ഷൻ സംഭവിക്കും. ഈ ബോധം പയ്യെ പയ്യെ റെഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. കാരണം ചുറ്റുപാടുകൾ നമ്മുടെ ഉള്ളിൽ നമ്മളെ കാണുന്ന ഈ ഫിസിക്കൽ റിയാലിറ്റി അല്ലെങ്കിൽ അതിന് അപ്പുറത്തൊരു മെറ്റാഫിസിക്കലായിട്ട് നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളിലുള്ള നമ്മുടെ ശ്രദ്ധ കുറയുകയും നമ്മുടെ ഉള്ളിലെ ഈ ഞാനെന്ന് പറയുന്ന കാര്യങ്ങളെ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ തുടങ്ങും. പണ്ട് നമുക്ക് താല്പര്യങ്ങൾ വളരെ കുറവായിരുന്നു നമ്മൾ കുഞ്ഞായിരുന്നപ്പോൾ. നമ്മൾ ഇത്തരം പാറ്റേൺസും കണ്ടീഷനിങ്ങും കൊണ്ട് നമ്മുടെ ഈഗോ റൈസ് ചെയ്യുമ്പോൾ പിന്നെ പിന്നെ നമുക്ക് സെൽഫായിട്ടുള്ള താല്പര്യങ്ങളുണ്ടാവും. നമ്മുടെ ഈഗോയിൽ നിന്ന് നമ്മുടെ ഉള്ളിൽ നമ്മൾ അടിച്ചേൽപ്പിക്കുന്ന ഒരു ഐഡൻറ്റിറ്റി നമുക്ക് എൻ്റെ പേര് ഇതാണ് എന്ന് പറയുന്ന ആ പേര് പോലും നമ്മുടെ പേരൻസ് നമ്മൾ ജനിച്ച സമയം മുതൽ നമ്മളടുത്ത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞ് 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 അടിച്ചേൽപ്പിക്കുന്ന ഒരു പേരാണ്. പിന്നീട് നീ ആരാണെന്ന് ഏത് ഉറക്കത്തിലും ഏതൊരു അൺകോൺഷ്യസ് അവസ്ഥയിലും ഒരു ഡ്രഗിൻ്റെ ഇൻഫ്ലുവൻസിൽ നിൽക്കുമ്പോൾ പോലും വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെൻ്റെ പേരാണെന്ന് ഞാൻ അറിയാതെ പറയും. കാരണം അത്രയും ഡീപ്പായിട്ട് കണ്ടീഷൻഡ് ആയിപ്പോയി ആ പേര് പോലും. നമ്മൾ ജനിച്ചപ്പോഴേ ഈ പേരുമായിട്ടല്ല ഇവിടെ വന്നത്. നമ്മളെ പഠിപ്പിച്ചൊരു കാര്യമാണ് ഈ പേര്. പക്ഷേ ആ പേര് എവിടെ കേട്ടാലും നമ്മൾ ശ്രദ്ധിക്കുക നമ്മുടെ പേരാണെന്നൊരു ധാരണ നമുക്കുണ്ട്. അപ്പോൾ ഈ അടിച്ചേൽപ്പിച്ച ഈ ഈഗോയ്ക്ക് പിന്നെ സെൽഫായിട്ടുള്ള താല്പര്യങ്ങളുണ്ടാവും. നമ്മുടെ മനസ്സ് നമ്മുടെ മനസ്സിനെ ഈ ചുറ്റുപാടുള്ള സമൂഹം എല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യും. നമ്മുടെ മനസ്സിങ്ങനെ പിടിമുറുക്കും തോറും നമ്മുടെ ഈഗോ ടൈറ്റ് ആവും. ഇതെല്ലാവർക്കും ഒരേപോലെ സംഭവിക്കുന്ന കാര്യമല്ല. പലർക്കും പല ലെവലിലാണ് സംഭവിക്കുന്നത്. ചിലർക്ക് ഈഗോ വളരെ കുറവായിരിക്കും. എന്നിരുന്നാലും ഈഗോ ലെസ്നെസ് എന്ന് പറയുന്ന ഒരു പ്യുവർ അവസ്ഥയിലല്ല അവരുള്ളത്. ചിലർ ഈഗോയെ വേറൊരു രീതിയിൽ ട്രീറ്റ് ചെയ്യും. അതായത് വളരെ സിമ്പിളായി വളരെ മനോഹരമായി ജീവിക്കുന്ന ചില ആൾക്കാർ അവർക്ക് ഈഗോ ഉണ്ട്. പക്ഷെ അവർ ആ ഈഗോയെ ട്രീറ്റ് ചെയ്യുന്ന രീതി, അവർ ആ ഈഗോയെ എക്സ്പ്രസ് ചെയ്യുന്ന രീതി വളരെ ഡിഫറെൻ്റ് ആണ്. ചിലർ സ്വന്തമായിട്ടുള്ള ഈ സെൽഫ് ഈഗോയിൽ വളരെ ഒബ്സസ്ഡ് ആയിരിക്കും. അങ്ങനെയുള്ള ആളുകൾ ചിലപ്പോൾ വളരെ മെൻ്റലി ഡിസേബിൾഡ് ആവുകയും മെൻ്റൽ ഡിസോർഡറിലേക്കൊക്കെ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം അവരെപ്പോഴും അവരുടെ ഉള്ളിലെ ഈ ഞാനെന്ന് പറയുന്ന ഭാവത്തിൽ ഫോക്കസ്ഡ് ആയി പോവുകയാണ്. ആ ഞാനെന്ന് പറയുന്ന ഭാവത്തിന് നടക്കാൻ കഴിയാത്തതും ചെയ്യാൻ കഴിയാത്തതും അനുഭവിച്ച വേദനകളെല്ലാം അവരിങ്ങനെ റിപ്പീറ്റഡ്ലി തിങ്ക് ചെയ്ത് അവരാ ഉള്ളിലെ ഐഡൻറ്റിഫിക്കേഷൻ ഇങ്ങനെ കൂട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. അത് കുറയ്ക്കുകയാണ് നമ്മൾ വേണ്ടത്. അതായത് നമ്മൾ ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നുണ്ട്. ഇതൊന്നും ആരുടെയും തെറ്റല്ല. ഇതെല്ലാം കാലചക്രം കറങ്ങുന്നതോടൊപ്പം സംഭവിക്കുന്ന സ്വാഭാവികമായ കാര്യങ്ങളാണ്. ഒരു മനുഷ്യൻ പിറവിയെടുക്കുമ്പോൾ യുഗയുഗാന്തരങ്ങൾ ഇങ്ങനെ നിലനിൽക്കുകയാണ്. ഈ യുഗയുഗാന്തരങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് മനുഷ്യജന്മങ്ങളും അല്ലെങ്കിൽ ഇതുപോലെ പല ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് ഉള്ള പല ജീവനുകളും സംഭവിക്കാറുണ്ട്. അതിലൊന്നായിട്ടാണ് നമ്മൾ മനുഷ്യനായിട്ട് ഇവിടെ ജനിക്കുന്നത്. അങ്ങനെ ജനിക്കുന്ന സമയത്ത് ചില സിറ്റുവേഷൻസിൽ നമ്മൾ ഇത്തരം കാര്യങ്ങളോട് കടന്നു പോകേണ്ടി വരും. അതാണ് ജീവിതം. അതുകൊണ്ടാണ് ജീവിതത്തിന് വിലയുള്ളത്. നോക്കൂ, ഇത്തരം അനുഭവങ്ങൾ, ഇത്തരം എക്സ്പീരിയൻസുകൾ, ഇത്തരം ഫീലിങ്സ് ആണ് നമ്മുടെ ജീവിതത്തിനെ രൂപപ്പെടുത്തുന്നത്. ഒരു അനുഭവവും ഇല്ലാത്തൊരു മനുഷ്യന് ചിലപ്പോൾ ജീവിക്കാൻ സാധിക്കില്ല. അല്ലെങ്കിൽ നോക്കൂ, ഇതൊരു ഗെയിമാണെന്ന് വിചാരിക്കുക, ഒരു ഡ്രാമ. അതായത് നിങ്ങൾ ദൈവമാണെന്ന് ചുമ്മാ വിചാരിക്കുക. നിങ്ങൾ ദൈവമാണ്. നിങ്ങൾ എറ്റേണിറ്റി ആയിട്ട് ഈ പ്രപഞ്ചത്തിനെല്ലാം നയിക്കുന്ന ഒരു വ്യക്തിയോടെ തിരിക്കുകയാണ്. അങ്ങനെ യുഗാന്തരങ്ങൾ കടന്നു പോവുകയാണ്. നിങ്ങൾക്ക് ഓബിയസ്ലി ബോറടിക്കൂല്ലേ? ഏതൊരു മനുഷ്യനും ഏതൊരു ജീവിക്കും ബോറടിക്കും. അപ്പോൾ കാര്യങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇടയ്ക്കിടയ്ക്ക് മനുഷ്യൻ്റെയോ മൃഗത്തിൻ്റെയോ ഒക്കെ രൂപത്തിൽ നമ്മൾ ജനിക്കേണ്ടി വരും. ജനിച്ചിട്ട് സാധാരണ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ചില അനുഭവങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും. എപ്പോഴും ഒരേ കണക്കിരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇത്തരം അനുഭവങ്ങളും ഇത്തരം യാത്രകളും ആ ദൈവത്തിനെ തന്നെ സുഖിപ്പിക്കും. അതുകൊണ്ടാണ് എല്ലാ വേഷങ്ങളും ഇവിടെ കെട്ടിയാടുന്നത് ദൈവങ്ങളാണെന്ന് പറയുന്നത്. കാരണം ദൈവത്തിന് ചുമ്മാ ഇരിക്കുമ്പോൾ ബോറടി മാറാനായിട്ട് ഒരല്പം എൻ്റർടൈൻഡ് ആവാം. ഇന്ന് ഇത്തിരി സുഖം മാത്രം അനുഭവിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ സുഖത്തിന് വിലയില്ല. അപ്പം ബോധോദയം നേടുന്നൊരു മനുഷ്യൻ ജനിക്കുമ്പോഴേ ബോധോദയം നേടിക്കഴിഞ്ഞാൽ ആ ബോധോദയത്തിൻ്റെ വില ചിലപ്പോൾ അവന് മനസ്സിലാവുമെന്ന് എനിക്ക് സംശയമുണ്ട്. അത് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല, അത് ഇമ്പോർട്ടൻ്റ് അല്ല. പക്ഷെ ഞാനിപ്പോൾ ഇത് കാണുന്നവർക്ക് ഞാൻ പറയുന്നത് കണക്റ്റ് ആവുമെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം നിങ്ങളൊരു മനുഷ്യനായിട്ട് ജീവിക്കുകയും നിങ്ങൾ ഇതുവരെ ബോധോദയം നേടാത്തൊരു വ്യക്തിയായിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നതെന്ന് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ അത് നേടിക്കഴിയുമ്പോൾ കിട്ടുന്ന ആ ഒരു സുഖം, ആ ഒരു സന്തോഷം നിങ്ങൾക്ക് അനുഭവിക്കും, അതിൻ്റെ വില മനസ്സിലാകുകയും ചെയ്യണമെങ്കിൽ ഈ പറയുന്ന നോർമൽ ലൈഫ് ഒരു സഫറിങ് ആണെന്നുള്ളൊരു റിയലൈസേഷൻ നിങ്ങൾക്കുണ്ടാവണം. ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ്, നിങ്ങൾക്ക് ശാന്തിയും സമാധാനവും സ്വസ്ഥതയും എല്ലാം കയ്യിലുണ്ടോ എങ്കിൽ നിങ്ങൾ ബോധോദയം നേടി നിങ്ങളുള്ള ശാന്തിയും സമാധാനവും ഒന്നും കളയേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഓൾറെഡി പൂർണ്ണമാണ്. ആ ഒരു പൂർണ്ണതയിലേക്കുള്ള യാത്രയാണ് ഇവിടെ എല്ലാം സംഭവിക്കുന്നത്. ഇപ്പോൾ കോൺഷ്യസ്നെസ്സിനെ പറ്റി പറഞ്ഞുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ, ഇപ്പം ബേസിക് ആയിട്ടുള്ള കോൺഷ്യസ്നെസ് എന്താണെന്നാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞത്. ഇനി ഇതിൻ്റെ വേറൊരു തലത്തിലേക്ക് നമുക്ക് പോകാം. അതായത് ഈ ബോധോദയം നേടുമ്പോൾ പ്യുവർ കോൺഷ്യസ്നെസ് ആയിട്ട് മാറുന്നു, പ്യുവർ അവയർനെസ് ആയിട്ട് മാറുന്നു. ഇതൊക്കെ എന്താണെന്നൊരു ചോദ്യമുണ്ട്.
ഈ സാക്ഷിത്വം എന്ന് പറയുന്നതാണ് പ്യുവർ കോൺഷ്യസ്നസ് ആയിട്ട് പലരും പറയുന്നത്. അതായത് നമുക്കിതെല്ലാം അറിയാൻ സാധിക്കുന്നു. നമ്മുടെ പാട്, നമ്മുടെ ഫീലിങ്സ് നമുക്കെല്ലാം അറിയാൻ സാധിക്കുന്നു. പക്ഷെ ചില സമയങ്ങളിൽ നമ്മൾ കൺഫ്യൂസ്ഡ് ആവും. കാരണം നമ്മുടെ ജീവിതത്തിലൊരു അനുഭവം നടക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലൊരു വേദന വരുമ്പോൾ, നമ്മുടെ മനസ്സിലൊരു ചിന്ത വരുമ്പോൾ നമ്മൾ വിചാരിക്കും അത് നമ്മളാണെന്ന്, അല്ലെങ്കിൽ നമ്മൾ ആ ചിന്തയാണെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ നമ്മളാണ് ചിന്തിക്കുന്നതെന്ന് വിചാരിക്കും. ശരിക്കും പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ കഥയിലോട്ട് തന്നെ പോവാം. നിങ്ങൾ ശരിക്കും ദൈവമാണെന്ന് വിചാരിക്കുക. ദൈവം ശരിക്കും ഇതൊക്കെ ഇവിടെ സംഭവിപ്പിക്കുകയാണ്. ഇതൊക്കെ ഹാപ്പനിങ്സ് ആണ്. ഇതെല്ലാം ഇങ്ങനെ മാറി മാറി സംഭവിക്കുന്ന സംഭവങ്ങളാണ്. ദൈവം ശരിക്കും പറഞ്ഞാൽ ഈ സംഭവങ്ങളൊന്നുമല്ല. ഇതെല്ലാം കാണുന്നത് ആരാണോ അയാളാണ് ദൈവം. ആ സാക്ഷിയാണ് യഥാർത്ഥ ബോധം. ശരിക്കും റിയാലിറ്റിയിലെ കോൺഷ്യസ്നസ് എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ തുടക്കത്തിലേ പറഞ്ഞ പോലെ, ഒരു അറിവാണ്. അല്ലെങ്കിൽ ഈ അറിയുന്നതാരോ അയാളാണ് കോൺഷ്യസ്നസ്. അതായത് പ്യുവർ കോൺഷ്യസ്നസ്, ശുദ്ധമായ ബോധം. നോക്കൂ, നിങ്ങളുടെ ചുറ്റുപാട് നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ഉള്ളിൽ ഞാനെന്ന് പറയുന്ന ഫീലിങ്ങിനെ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ മറ്റ് വികാരങ്ങളെ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ മനസ്സിൽ പോകുന്ന ചിന്തകളെ നിങ്ങൾക്കറിയാം. ഇതെല്ലാം ആരാണ് അറിയുന്നത്? അവിടെയാണ് യഥാർത്ഥ ചോദ്യം ആരംഭിക്കുന്നത്. അവിടെയാണ് നിങ്ങൾ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കേണ്ടത്. അതായത് ഈ സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം ഒരു ഫീൽഡിലാണ് സംഭവിക്കുന്നത്. കോൺഷ്യസ്നസ്സിനകത്താണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ഈ കോൺഷ്യസ്നസ് നമ്മുടെ ബ്രെയിനിലൂടെയാണ് എക്സ്പ്രസ്ഡ് ആവുന്നത്. ബ്രെയിനിലൂടെയാണ് നമ്മൾ കണ്ണിലൂടെ കാണുന്നു, ചെവിയിലൂടെ കേൾക്കുന്നു, തൊലിയിലൂടെ അറിയുന്നു. അതെല്ലാം കോൺഷ്യസ്നസ്സിനകത്ത് നടക്കുന്ന ഈ കാര്യങ്ങളെല്ലാം ബ്രെയിനിലൂടെ എക്സ്പ്രസ് ആവുന്നു. അതായത് നിങ്ങൾ കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാവാൻ ഞാൻ പറയാം. നിങ്ങളുടെ വീട്ടിലൊരു ടി വി, അപ്പോൾ ആ ടി വിയിൽ ഈ കാര്യങ്ങളൊക്കെ ടെലികാസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ സാറ്റലൈറ്റ് വഴി അവിടെ വായുവിലൂടെ പോകുന്ന ഈ തരംഗങ്ങളെ ഒരു ആൻറ്റിന പിടിച്ച് ടി വിയിലേക്ക് ടെലികാസ്റ്റ് ചെയ്യണം. പണ്ടത്തെ കാലത്ത് ടി വി ഉപയോഗിച്ചവർക്കാണ് ഇത് കൂടുതൽ അറിയാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഇവിടെ ഈ ആൻറ്റിനയാണ് നിങ്ങളുടെ ബ്രെയിൻ. നിങ്ങളുടെ ബ്രെയിനിലൂടെ മറ്റു കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫ് ഇങ്ങനെ എക്സ്പ്രസ് ആയി പോകുന്നു. ഈ കോൺഷ്യസ്നസ് അപ്പോൾ ഇതിന് വെളിയിലാണ്, ബ്രെയിനകത്താണ് കോൺഷ്യസ്നസ് എന്ന് തെറ്റിദ്ധരിക്കരുത്. ഈ കോൺഷ്യസ്നസ് എല്ലായിടത്തും എപ്പോഴും നിലനിൽക്കുന്നത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയാത്തൊരു വസ്തുവാണ്. കാരണം കോൺഷ്യസ്നസ്സിനകത്താണ് ബ്രെയിൻ ഉള്ളത്, അല്ലാതെ ബ്രെയിനകത്തല്ല കോൺഷ്യസ്നസ് ഉള്ളത്. കോൺഷ്യസ്നസ് ബ്രെയിൻ വഴി എക്സ്പ്രസ് ആവുന്നു, എന്നാൽ ബ്രെയിന് കോൺഷ്യസ്നസ്സിനെ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കില്ല. അതായത് കോൺഷ്യസ്നസ്സിന് എപ്പോഴും എല്ലായിടത്തും നിലനിൽപ്പുണ്ട്, ബ്രെയിൻ ഉണ്ടായിരുന്നാലും ഇല്ലായിരുന്നാലും. അതേസമയം ബ്രെയിനിന് കോൺഷ്യസ്നസ് ഇല്ലാതെ പ്രവർത്തിക്കാനോ എക്സിസ്റ്റ് ചെയ്യാനോ കഴിയില്ല. എങ്കിൽ അത് വെറും ജഡമായി മാറുകയാണ് ചെയ്യുന്നത്. കോൺഷ്യസ്നസ്സിൻ്റെ എക്സ്പ്രഷൻ നിൽക്കുമ്പോഴാണ് ഒരു ശരീരം മരണപ്പെട്ടു എന്ന് നമ്മൾ പൊതുവെ പറയുന്നത്. അപ്പോൾ ഈ ഒരു കർത്തൃഭാവം നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ്, അതൊരു ഈഗോ, ഞാനാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നുള്ളൊരു ധാരണ നമ്മുടെ കുട്ടിക്കാലം മുതലേ, ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ കണ്ടീഷൻ ചെയ്ത് വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉടലെടുക്കുന്ന ഒരു ഫീലിംഗ് ആണത്. ആ ഫീലിംഗ് ആണ് ശരി, ആ ഫീലിംഗ് ആണ് ഞാൻ എന്ന് നമ്മളെപ്പോഴും വിചാരിക്കും. പലപ്പോഴും മരണം തൊട്ട് മുമ്പിൽ എത്തുമ്പോഴാണ് നമുക്ക് അതിനെപ്പറ്റിയൊരു ഡൗട്ട് ഉണ്ടാകുന്നത്. ചിലർക്ക് അല്ലാതെ സംഭവിക്കാം. ചില ആളുകൾ അതിന് ഓട്ടോമാറ്റിക്കലി റെഡിയാവും. അതായത് ബോധം അവരുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു പ്രകാശം പോലെ ഇങ്ങനെ വരും. നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യണോ, സാധനകൾ ചെയ്യണോ, ബോധത്തെ അറിയണോ എന്നുള്ള കാര്യമൊന്നും പറയാൻ ഞാൻ ആളല്ല. എല്ലാ മനുഷ്യൻ്റെയും ജീവിത ലക്ഷ്യം ഞാൻ ആരെന്ന് തിരിച്ചറിയലാണെന്നാണ് ശങ്കരാചാര്യരും രമണ മഹർഷിയൊക്കെ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷെ നിങ്ങളോട് ഞാനത് പറയുന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞ ഇത്രേ ഉള്ളൂ, നിങ്ങൾ ബേസിക് റിയാലിറ്റി മനസ്സിലാക്കിയിരിക്കുക. അതായത് നിങ്ങളുടെ ഉള്ളിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെന്ന് പറയാൻ പറ്റില്ല, നിങ്ങളുടെ ഉള്ളിലോ ഇത് പുറത്തോ അല്ല, എവിടെയോ ഇതെല്ലാം അറിയുന്ന ഒരു സാധനമുണ്ട്. അതായത് നിങ്ങളുടെ ചുറ്റുപാടുകൾ, നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ ഫീലിങ്സ്, ഈ നടക്കുന്ന കാര്യങ്ങളെല്ലാം അറിയുന്ന ഒരാളെന്ന് പറയാൻ പറ്റില്ല, ഒരു അറിവ് തന്നെയാണ് ഉള്ളത്, ഒരു സാക്ഷി. ആ സാക്ഷിയാണ് ശുദ്ധമായ ബോധം. അതാണ് പ്യുവർ കോൺഷ്യസ്നസ് എന്ന് പറയുന്നത്, പ്യുവർ അവയർനെസ് എന്ന് പറയുന്നത്. അതാണ് യാഥാർത്ഥ്യം. ഈ സംഭവിക്കുന്നതെല്ലാം ഇങ്ങനെ സംഭവിച്ചു പോയിക്കൊണ്ടേയിരിക്കും. യുഗയുഗാന്തരങ്ങളിൽ ഈ പറയുന്ന ഡ്രാമ, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ഗെയിം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അത് വെറുതെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം. നമുക്കൊരു ടി വി കാണുമ്പോൾ ഇതേ സുഖം കിട്ടും. നമ്മുടെ ഉള്ളിലെ സാക്ഷിത്വത്തിൻ്റെ ഒരു റിയലൈസേഷൻ നമുക്ക് കിട്ടുന്നതാണ് നമ്മൾ ശരിക്കും ഒരു ടി വിയോ ഒരു പ്രോഗ്രാമോ കാണുമ്പോൾ എൻ്റർടൈൻഡ് ആവുന്നതിൻ്റെ റീസൺ എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം വെറും സാക്ഷിയായി നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ ഈ ലോകമൊക്കെ നമ്മൾ കാണുന്ന ഒരു ടി വി പ്രോഗ്രാം പോലെയാണ്. നമുക്കവിടെ നമ്മുടെ ഫീലിങ്സിനെ നമ്മൾ കാണുകയാണ്. ആ ഫീലിങ്സ് നമ്മളല്ല, നമ്മൾക്ക് സംഭവിക്കുന്നതല്ല. ഇതിനെല്ലാം കാണുന്ന ഒരു അറിവാണ് നമ്മൾ. ഈ അറിവിനൊരു വലിയ മൂല്യമുണ്ട്. അതായത് ആരറിയുന്നു എന്ന് നമുക്കിവിടെ ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം
ഈ അറിവ് അല്ലെങ്കിൽ അറിയുന്ന ആളാണ് നിങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വീണ്ടും ഒരു രൂപത്തിനെ അല്ലെങ്കിൽ ഒരു വ്യക്തിത്വത്തെ അല്ലെങ്കിൽ ഒരു പേഴ്സണാലിറ്റിയൊക്കെ നമ്മൾ വീണ്ടും അതുമായിട്ട് അറ്റാച്ച് ചെയ്ത് നമ്മൾ വീണ്ടും മിസ്ഗൈഡഡ് ആയി പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ പറയാം, ഒരറിവ്, ആ അറിവാണ് കോൺഷ്യസ്നസ്. ആ ബോധം എന്ന് പറയാം, ആ ബോധം ശരിക്കും പറഞ്ഞാൽ ഒരു അറിവാണ്. ആ ഒരു അറിവാണ് ഇതെല്ലാം. അതാണ് യാഥാർത്ഥ്യം. ആ ഒരു അറിവ് മാത്രമാണ് ശരിക്കും പറഞ്ഞ സത്യം. കാരണം ഈ അറിവ് എന്ന് പറയുന്നത് എപ്പോഴും ഉണ്ടായിരിക്കും, അത് എപ്പോഴും നിലനിൽക്കുന്നതാണ്. നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ ഈ ഞാനെന്ന് പറയുന്ന ഭാവം, ഈ ഈഗോ അങ്ങ് വാനിഷായി പോകും. പക്ഷേ നിങ്ങൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് കഴിയുമ്പോഴും നിങ്ങൾക്കറിയാം നിങ്ങൾ ഇത്രയും നേരം ഉറങ്ങുകയായിരുന്നു എന്ന് നിങ്ങൾക്കറിയാം. ആ അറിവ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് പോലും ആ അറിവ് അവിടെ നിലനിൽക്കുന്നതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. നിങ്ങൾ ഉറക്കത്തിലൊരു സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ആ സ്വപ്നം കണ്ടു എന്ന് നിങ്ങൾക്കറിയാം. കാരണം ഈ സാക്ഷിത്വം, ഈ ഒരു സാക്ഷി അല്ലെങ്കിൽ ഈ ഒരു അറിവ് എപ്പോഴും നിലനിൽക്കുന്നു. നമ്മൾ മനുഷ്യനായി ജീവിച്ച ഈ ജീവിതത്തെ പറ്റി മാത്രമേ നമുക്കറിയാവൂ. നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് എന്തായിരുന്നു നമുക്കറിയില്ല. സത്യം പറഞ്ഞാൽ നമ്മൾ മരിച്ചതിന് ശേഷം എന്താവുമെന്ന് നമ്മൾക്കറിയില്ല. കാരണം അത് ഫീൽ ചെയ്യാൻ നമുക്ക് സാധിക്കാത്തതുകൊണ്ട്. കാരണം ശരീരത്തിലൂടെയുള്ള എക്സ്പ്രഷൻ നമുക്ക് നിന്ന് പോകുന്നു. കാരണം ശരീരത്തിനും നമ്മുടെ ഉള്ളിലുള്ള ഈ ഐഡൻറ്റിഫിക്കേഷനുമാണ് ഈ അറിവുകളെല്ലാം വന്ന് പതിക്കുന്നത്. അത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അങ്ങനെയാണ്. എന്നാൽ ശരിക്കും പറഞ്ഞാൽ ഈ സാക്ഷിത്വത്തെ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് എന്തായിരുന്നെന്ന് നിങ്ങൾ മരിച്ചതിന് ശേഷം എന്തായിരുന്നെന്നുള്ളത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അത് നിങ്ങൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. കാരണം നിങ്ങൾ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾ ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ നിങ്ങൾ ആ അറിവായി എക്സിസ്റ്റ് ചെയ്തു. പക്ഷെ നിങ്ങൾ ആ അറിവായി എക്സിസ്റ്റ് ചെയ്യുന്ന കാര്യം നിങ്ങൾ അപ്പോൾ അറിഞ്ഞിരുന്നില്ല. നിങ്ങൾ ഉണർന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഉറങ്ങുകയായിരുന്നു എന്നുള്ള ബോധം നിങ്ങൾക്കുണ്ട്. അപ്പോൾ ആ അറിവ് അവിടെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് അപ്പം അറിയാം. അതുപോലെയാണ് നിങ്ങൾ ഉണർന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾ ആ അറിവിനെ ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് എന്തായിരുന്നു നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. അല്ലെങ്കിൽ നിങ്ങൾ മരിച്ചു കഴിഞ്ഞാലും എന്താവുമെന്ന് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. കാരണം അറിവ് എപ്പോഴും ഉണ്ട്. ആ അറിവിനെ ഐഡൻറ്റിഫൈ ചെയ്യാനാണ് ഇവിടെ ഈ പെടാപ്പാടെല്ലാം പെടുന്നത്. ഇതിൽ രമണ മഹർഷിയും ബുദ്ധനും മഹാവീരരും ഒരുപാട് മഹത്തായ ആളുകൾ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതിലൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി അതാണ്. കാരണം നിങ്ങൾ ഈ അറിവിനെ അറിഞ്ഞാലും ഇല്ലെങ്കിലും ഈ അറിവ് ഇവിടെ ഉണ്ട്. ഈ അറിവ് ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഈ ബോധം നമ്മൾക്കുള്ളത്. നിങ്ങൾക്ക് ബോധമുണ്ടോ? നിങ്ങൾ എന്തെങ്കിലും അറിയുന്നുണ്ടോ? എന്തെങ്കിലും ഒരു ഫീലിംഗ് നിങ്ങൾക്കുണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നോളജ് നിങ്ങൾക്കുണ്ടോ? നിങ്ങൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നെങ്കിൽ നിങ്ങൾക്ക് അറിയാമോ? എങ്കിൽ ഡെഫിനറ്റായിട്ട് ആ അറിവ് ഇവിടെ ഉണ്ട്. ആ അറിവ് എപ്പോഴും ഉണ്ടായിരിക്കും. ആ അറിവിനെയാണ് സർവം അറിയുന്ന ശിവമെന്നും ശിവനെന്നും ബ്രഹ്മാവെന്നും ഒക്കെ പറയുന്നത്, അള്ളാഹു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇത് ദൈവമെന്ന് നമ്മുടെ ഈ ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞത്. പിതാവായിട്ടാണ് അദ്ദേഹം എപ്പോഴും മെൻഷൻ ചെയ്യാറുള്ളത് ഈ അറിവിനെ. എല്ലാം അറിയുന്ന പിതാവിനെ പറ്റി കർത്താവ് സംസാരിച്ചിട്ടുണ്ട്. കാരണം യാഥാർത്ഥ്യം ഈ അറിവിലാണ്. ഈ അറിവിനെ അറിയാൻ വേണ്ടി നമ്മളിങ്ങനെ പെടാപ്പാടൊന്നും പെടേണ്ട കാര്യമില്ല. ഈ അറിവ് ഇവിടെ ഉണ്ട്. നമ്മൾ അറിഞ്ഞാലും ഇല്ലെങ്കിലും ആ അറിവാണ് സത്യം. ഈ അറിവിനെ നമ്മൾ അറിയുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ മറ്റെന്തോ ആണെന്നുള്ളൊരു തെറ്റിദ്ധാരണയാണ് നമുക്കുള്ളത്. ഞാൻ ശരിക്കും രമണ മഹർഷി പറഞ്ഞ ആ ഒരു കാര്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. നീ അതാണ് എന്ന് രമണ മഹർഷി പറഞ്ഞതായിട്ട് എനിക്ക് എൻ്റെ ഉള്ളിൽ ഫീൽ ചെയ്യാറുണ്ട്. സുമ്മാ നീ വെറുതെ ഇരുന്നാൽ മതി, നീ ഓൾറെഡി അതാണ്. അത് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ അതിൽ ജീവിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കത് സാധിക്കുമെങ്കിൽ വളരെ എന്തെളുപ്പമാണ്. രമണ മഹർഷിയോട് എപ്പോഴും പലരും ചോദിക്കും, ഞാൻ എന്ത് ചെയ്താലും അതിലേക്ക് മാറാൻ സാധിക്കും, ഇതിലേക്ക് മാറാൻ സാധിക്കും. രമണ മഹർഷി പറഞ്ഞത്, നീ ഓൾറെഡി അതാണ്. നീ അതല്ല, നീ മറ്റെന്തോ ആണ്. നീ ശരീരമാണ്, നീ മനസ്സാണ്, നീ ഫീലിംഗ് ആണ്, നീ നിന്റെ കാറാണ്, വീടാണ്, പേരാണ് എന്ന് വിചാരിക്കുന്നതാണ് കുഴപ്പം. നീ മറ്റെന്തൊക്കെയാണോ നീ ചിന്തിച്ചു കൂട്ടുന്ന കാര്യങ്ങളങ്ങ് ഉപേക്ഷിച്ച് കളയൂ. നീ എന്താണോ നീ അത് തന്നെയാണ്. നിനക്കതല്ലാതാവാൻ പറ്റില്ല. നിങ്ങൾക്ക് ഈ അറിവ്, ഈ പ്യുവർ കോൺഷ്യസ്നസ് ആവാതെ ഇരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളതല്ല എന്നുള്ള നിങ്ങളുടെ സ്വയം ഉള്ളൊരു തോട്ടാണ്. ശരിക്കും നിങ്ങൾ അതാണ് എന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പോലും നിങ്ങൾ അത് തന്നെയാണ്. ഇപ്പം ഒരു പട്ടിക്കുട്ടിക്ക് അത് പട്ടിക്കുട്ടിയാണെന്ന് അറിഞ്ഞാലും ഇല്ലെങ്കിലും അത് പട്ടിക്കുട്ടി തന്നെയാണ്. അതുപോലെ തന്നെയാണ് നിങ്ങൾ ഈ അറിവാണ്, നിങ്ങൾ ഈ സാക്ഷിയാണ്, നിങ്ങൾ ഈ ശുദ്ധമായ ബോധമാണെന്ന് നിങ്ങൾ അറിഞ്ഞാലും ഇല്ലെങ്കിലും നിങ്ങൾ ഈ ബോധം തന്നെയാണ്. നിങ്ങൾ മറ്റ് പലതുമാണെന്ന് തെറ്റിദ്ധരിക്കപ്പെടാം. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ കോൺഷ്യസ്നെസ്സിൻ്റെ അല്ലെങ്കിൽ ബോധത്തിലൊരു വലിയ ഡിപ്പാണ്, ഒരു വലിയ വീഴ്ചയാണ് നമ്മുടെ സമൂഹത്തിൽ പൊതുവായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കാരണമായിട്ട് മനുഷ്യനായിട്ടുള്ള ചില ആൾക്കാർക്ക് തന്നെ ഞാൻ ചിലപ്പോൾ പട്ടിയാണെന്നൊക്കെ വരെ തോന്നാം. അതുപോലെ തന്നെ ഈ പട്ടിയാണെന്ന് തോന്നുന്നത് ഇത്തിരി എക്സ്ട്രീം ആണെങ്കിൽ പോലും നിങ്ങൾ മനുഷ്യനാണെന്ന് തന്നെ തോന്നുന്നത് അത് ഒരു ഇല്യൂഷൻ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. ശരിക്കും ഇതൊരു അറിവ്, ആ ഒരു അറിവാണ് നിങ്ങൾ.
ആ ഒരു ഇല്യൂഷൻ്റെ അല്ലെങ്കിൽ ആ ഒരു അറിവിൽ നിന്ന് നിങ്ങളുടെ കോൺഷ്യസ്നെസ്സിൻ്റെ ലെവൽ താഴോട്ട് പോയപ്പോൾ നിങ്ങൾ മനുഷ്യനാണ്, നിങ്ങളുടെ ഈ ശരീരമാണ് നിങ്ങൾ, ഈ മനസ്സാണ് നിങ്ങൾ, ഈ ചുറ്റും നടക്കുന്ന സംഭവങ്ങളാണ് നിങ്ങളെന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നു. പക്ഷേ നിങ്ങളങ്ങനെ വിചാരിച്ചത് കൊണ്ട് നിങ്ങളെ അറിവല്ലാതാവില്ല. കാരണം ഈ അറിവ് മാത്രമാണ് എപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നത്. ഈ അറിവ് മാത്രമാണ് യാഥാർത്ഥ്യം. നിങ്ങൾ ജനിച്ച കാലം മുതൽ നിങ്ങളിനി മരിക്കുന്ന കാലം വരെയും നിങ്ങളുടെ ജീവിതത്തിൽ മാറാതെ നിൽക്കുന്ന ഒരേ ഒരു കാര്യം ഈ അറിവാണ്. നമുക്ക് നമ്മുടെ ശരീരം, നമ്മുടെ മുടി, നമ്മുടെ ചർമ്മം, നമ്മുടെ സെല്ലുകൾ, നമ്മുടെ ഓർമ്മകൾ, ഇതെല്ലാം എനിക്കൊന്ന് ചർമ്മമൊക്കെ 3 മാസം കൂടുമ്പോൾ മാറും. സെല്ലുകളൊക്കെ ദിവസവും മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ശരീരം ഇങ്ങനെ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ 10 വർഷം മുമ്പുള്ള, അല്ലെങ്കിൽ പോട്ടെ 1 വർഷം മുമ്പുള്ള നിങ്ങളുടെ ശരീരത്തിനകത്തുണ്ടായിരുന്ന ഒരു കോശമോ സെല്ലുകളോ അതുപോലെ ഇപ്പോഴും നിങ്ങളുടെ ശരീരത്തിൽ ഇല്ല. അതെല്ലാം മാറിപ്പോയി കഴിഞ്ഞു. ശാസ്ത്രം പഠിച്ചവർക്കതറിയാം. പക്ഷേ എപ്പോഴും ഒരുപോലെ നിലനിൽക്കുന്ന എന്താണ്? നമ്മുടെ ഈ ബോധമാണ്, അല്ലേ? നമ്മൾ ജനിച്ച കാലം മുതൽ നമ്മളിനി മരിക്കുന്ന കാലം വരെയും നമ്മുടെ ഓർമ്മകൾ മാറാം, ചിലപ്പോൾ നമ്മൾക്ക് മറവി സംഭവിക്കാം, നമ്മുടെ ഐഡൻറ്റിറ്റി നഷ്ടപ്പെടാം, നമുക്ക് ഡിമെൻഷ്യ സംഭവിച്ചു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഭവിച്ചാലും ഈ ബോധം, ഈ എല്ലാം അറിയുന്ന, ഈ ചുറ്റുപാട് കാണുന്ന ഈ ഒരു ബോധം ഉണ്ടല്ലോ, ഇത് നിലനിൽക്കും. ഇതിന് മാറ്റമൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ നമ്മുടെ ഐഡൻറ്റിഫിക്കേഷൻ മാറാം, നമ്മുടെ പേഴ്സണാലിറ്റി മാറാം, നമ്മുടെ താല്പര്യങ്ങൾ മാറാം, നമ്മുടെ ഇഷ്ടങ്ങൾ മാറാം. കുഞ്ഞിലെ ബലൂൺ വെച്ച് കളിച്ചുകൊണ്ടിരുന്ന നിങ്ങളിപ്പോൾ ബലൂൺ വെച്ച് കളിക്കാറില്ല. ചിലപ്പോൾ കളിക്കുന്നവരും ഉണ്ടാവാം, പക്ഷെ കളിക്കുന്നവർ കുറവാണ്. കാരണം നമ്മുടെ താല്പര്യം മാറി, നിങ്ങളുടെ ഉള്ളിലുള്ള ആറ്റിറ്റ്യൂഡ് മാറുകയാണ്. നിങ്ങളുടെ ഉള്ളിലുള്ള ആറ്റിറ്റ്യൂഡ് മാറും. ചിലപ്പോൾ നിങ്ങൾ പേര് വരെ മാറ്റിയെന്നിരിക്കുക. നിങ്ങൾക്ക് പേര് മാറ്റാം, വസ്ത്രം മാറ്റാം, വീട് മാറ്റാം, എല്ലാം മാറ്റാൻ സാധിക്കും. പക്ഷെ മാറ്റാൻ കഴിയാതെ എല്ലായ്പ്പോഴും എപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്ന എന്താണ്? ഈ ഒരു ബോധമാണ്, ഈ ഒരു അറിവാണല്ലേ. കാരണം ഈ അറിവിന് മരണമില്ല, ഈ അറിവിന് മാറ്റമില്ല, ഇത് എപ്പോഴും ഇവിടെ ഉണ്ടായിരിക്കും. കോൺഷ്യസ്നെസ്സിന് മരണമില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഈ ബോധോദയം നേടിയ ആൾക്കാരെ ചിരഞ്ജീവിയായിട്ട് പൊതുവെ കണക്കാക്കുന്നത്. ഇപ്പം ഹനുമാനായാലും അങ്ങനെ ഒരുപാട് വ്യക്തികളുണ്ടല്ലോ നമ്മുടെ പുരാണങ്ങളിൽ. കാരണം അവർ യാഥാർത്ഥ്യം അറിഞ്ഞവരാണെന്നാണ് പറയുന്നത്. അപ്പം അവർക്കറിയാം അവർക്ക് മരണമില്ല. കാരണം ഇവിടെ ഈ ഒരു അറിവ് എപ്പോഴെല്ലാം ഉണ്ടോ അപ്പോഴെല്ലാം അവരുണ്ട്. ആ അറിവ് എപ്പോഴാണോ ഇല്ലാതാവുന്നത് അപ്പോൾ അവർ നഷ്ടപ്പെട്ടു പോകും. ഇനി ഈ അറിവിനെ നമുക്കൊന്ന് അറിയാൻ ശ്രമിക്കാം, അല്ലേ? പലരും എന്നോട് മെഡിറ്റേഷനൊക്കെ ചോദിച്ചിട്ടുണ്ട്, എന്തിനാണ് മെഡിറ്റേഷനാണ് ചെയ്യാമെന്നുള്ളതൊക്കെ. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല. ഞാനിപ്പോൾ ഒരു അറ്റംപ്റ്റ് നടത്താം. വർക്കൗട്ട് ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാനെപ്പോഴും ചെയ്യാൻ ശ്രമിക്കാറുള്ളൊരു കാര്യമാണ്. ഇത്രേ ഉള്ളൂ. എന്താണ്? നമ്മൾ വെറുതെ ഇരിക്കുക. നിങ്ങളിപ്പോൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ റിലാക്സ് ആയിരിക്കുക. ഒന്ന് റിലാക്സ് ആവുക. ഒരു ശ്വാസം എടുത്ത് വിട്ടൊന്ന് റിലാക്സ് ആവുക. നിങ്ങൾ റിലാക്സ് ആയാലും ഇല്ലെങ്കിലും കുഴപ്പമില്ല, റിലാക്സ് ആവാൻ ശ്രമിക്കുക. ഓക്കെ, ശ്രമം അവസാനിപ്പിക്കുക. ഇനി കുറച്ച് നേരം ഇങ്ങനെ വെറുതെ ഇരിക്കുക. വെറുതെ ഇരിക്കുക, ഒന്നും ചെയ്യണ്ട. നിങ്ങളുടെ ഉള്ളിൽ ചിന്തകൾ വരുന്നുണ്ടോ? ചിന്തിച്ചോട്ടെ, ഒരു കുഴപ്പമില്ല. ചിന്തയിൽ ഫോക്കസ് ചെയ്യണ്ട. ചിന്ത വരുന്ന ഒരു പ്രശ്നമാണെന്ന് വിചാരിക്കേണ്ട. എന്തെങ്കിലും സെൻസേഷൻ വരുന്നുണ്ടെങ്കിൽ വന്നോട്ടെ. നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും കടിക്കുന്നുണ്ടോ, ചൊറിയാൻ തോന്നുന്നുണ്ടോ, ചൊറിഞ്ഞോളൂ. ഒന്നുമില്ല. എന്താണോ നിങ്ങൾക്ക് ചെയ്യാൻ തോന്നുന്നത് അത് ചെയ്യുക. ഒന്നിനെയും ഫൈറ്റ് ചെയ്യരുത്. സംഭവിക്കുന്ന എല്ലാം സംഭവിച്ചോട്ടെ. ചുറ്റുപാടിലും നിങ്ങളുടെ ചുറ്റുപാടിൽ എന്താണോ സംഭവിക്കുന്നത് അതിനെല്ലാം സംഭവിക്കാൻ വിടുക. നിങ്ങൾ വെറുതെ ഇരിക്കുക. ചിന്ത വരുന്നുണ്ടോ, ചിന്തിച്ചോളൂ. കയ്യിൽ കൊതു കടിക്കുന്നുണ്ടോ, കൊതുകിനെ തട്ടിക്കളഞ്ഞോളൂ. കയ്യിൽ ചൊറിയണം തോന്നുന്നുണ്ടോ, ചൊറിഞ്ഞോളൂ. മൂക്ക് കടിക്കുന്നുണ്ടോ, മൂക്കിൽ ചൊറിഞ്ഞോളൂ. ചൂടെടുക്കുന്നുണ്ടോ, ആ ചൂടിൻ്റെ ആ ഒരു സെൻസേഷൻ അനുഭവിക്കൂ. നിങ്ങളുടെ ചുറ്റിനും ഇപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം സംഭവിച്ചോട്ടെ. ജസ്റ്റ് ഡ്രോപ്പ് ഇറ്റ്. എല്ലാം അങ്ങ് വിടുക. സംഭവിക്കണ എല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ നിങ്ങളായിരിക്കുക. നിങ്ങളുടെ ചുറ്റും നിങ്ങൾ ഈ സംഭവിക്കാൻ വിടുന്ന കാര്യങ്ങളെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും ഇതെല്ലാം നിങ്ങൾ അറിയുന്നുണ്ട്. നിങ്ങളുടെ ചിന്ത വന്നു പോകുന്നു. ചിന്ത ചിലപ്പോൾ നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നു.
ഒരു കൊതുക് കടിക്കുന്നു, അതിനെ തട്ടിക്കളയുന്നു, അല്ലെങ്കിൽ അവിടെ ചൊറിയുന്നു, മൂക്ക് കടിക്കുന്നു, മൂക്കിൽ ചൊറിയുന്നു. നിങ്ങളൊന്നും ചെയ്യാതെ വെറുതെ, അല്ലെങ്കിൽ ഇതൊന്നും സംഭവിച്ചില്ല, നിങ്ങൾ വെറുതെ തന്നെ ഇരിക്കുകയാണ്. അപ്പോഴും ഈ സംഭവിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾ അറിയുന്നുണ്ട്. ഇവിടെ എന്ത് നടക്കുന്നു, എന്ത് നടക്കുന്നില്ല എല്ലാം അറിയുന്ന, അല്ലെങ്കിൽ എക്സിസ്റ്റൻസ് എന്ന് പറയുന്ന സാധനം ഇവിടെ ഉണ്ട്. അതാണ് ബോധം, അതാണ് ആ സാക്ഷി, അതാണ് ആ അറിവ്. അത്രേ ഉള്ളൂ. ഇതിനുവേണ്ടി വലിയ കാര്യങ്ങളൊന്നും ചെയ്യണ്ട, ഇത് തന്നെയാണുള്ളത്. അതായി മാത്രം നിൽക്കാൻ എത്ര നേരം നിങ്ങൾക്ക് സാധിക്കുന്നോ അത്രത്തോളം മനോഹരവും ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഇല്ലാത്ത ജീവിതമായിരിക്കും നിങ്ങൾക്കുണ്ടാവുക. നിങ്ങൾക്കൊരു വേദന വരുമ്പോൾ ആ വേദനയല്ല നിങ്ങൾ, ആ വേദന അറിയുന്ന ആളാണ് നിങ്ങൾ എന്ന് മനസ്സിലാക്കുക. അല്ലെങ്കിൽ ആ വേദന അറിയുന്ന അറിവ്, ആ അറിവാണ് നിങ്ങൾ എന്ന് മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.